എന്താ ശ്രീ പ്രശ്നം? മോളെ, ഒരു കല്യാണക്കാരിയാവുമ്പോ ചില ചടങ്ങുകളൊക്കെ വേണ്ടേ? ഞാനത് പറഞ്ഞതിന് എന്നെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുക. എന്റെ ചേച്ചി, ഈ അമ്മമ്മ ഒരു ആവശ്യമില്ലാത്ത നൂലമാല കാര്യങ്ങളും പറഞ്ഞ് ചുമ്മാ പ്രശ്നം. നീ ഇങ്ങോട്ട് തുടങ്ങല്ലേ, ഒന്നും മിണ്ടായിരിക്കും ശ്രീ. രണ്ട് കൈയും ചേർത്ത് കൊട്ടിയാലേ ശബ്ദം ഉണ്ടാവും. നല്ലൊരു ദിവസമായിട്ട് വഴക്കുണ്ടാക്കാതെ കേറി പോകുന്നുണ്ടോ? എന്റെ അമ്മമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ, എനിക്കറിയാം. ആ ചടങ്ങ് നടത്താനുള്ള ശ്രമത്തിലാണ് ഞാനും. പക്ഷേ അതിനെന്റെ അമ്മമ്മ എനിക്ക് കുറച്ച് സമയം കൂടെ തരണം. ആളും ബഹളമൊക്കെ ഒഴിഞ്ഞിട്ട് ഗിരിധരനോട് ഞാൻ ഒന്നുകൂടെ സംസാരിച്ചു നോക്കാം, പോരെ? മതി, അത്രയും മതി. ഇനി ഈ കല്യാണം നടന്നെങ്കിലും ഇല്ലെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ഇവിടെ നീ എങ്കിലും ഉണ്ടായല്ലോ. എന്നാ ഇനി നല്ല കുട്ടിയായിട്ട് ഈ പാലം കുടിച്ചേ. ഹലോ, അത് സുമിത നേരത്തെ പറഞ്ഞ ആ ചടങ്ങ് എന്റെ അച്ഛമ്മ കാദംബരി മുത്തശ്ശി സമ്മതിച്ചു കേട്ടോ. അതെ, അമ്മമ്മ പറഞ്ഞ ചടങ്ങിന് അവരെ സമ്മതിച്ചു. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ ഞാൻ എന്റെ മരുമകനെ തെരഞ്ഞെടുത്തത് അവരുടെ കാശ് കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നുമല്ലെന്ന്? കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള നല്ല സ്നേഹമുള്ള ഒരുത്തനാണ്. അത് മാത്രം കണ്ടിട്ടാ ഈ കല്യാണം ഞങ്ങൾ തീരുമാനിച്ചത്. ഹലോ, സോറി ട്ടോ. പിന്നെ താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എല്ലായിടത്തും പൊടിയാണല്ലോ. നിങ്ങൾ പിന്നെ എല്ലാ ദിവസവും തൂക്കം തുടക്കുന്നൊക്കെ എന്താ? കണ്ട അവിടെ തുടക്കടി. ശരി മേഡം, തുടക്ക്. അയ്യോ, അതിനങ്ങ് നോവോ? നന്നായി തുടക്കടി അവിടെ. അയ്യടാ, ഇതൊക്കെ കഴുകിയിട്ട് എത്ര നൂറ്റാണ്ടായോ എന്തോ. ഈ ജോലി കള്ളന്മാരെ കൊണ്ട് ശരിക്കൊന്ന് പണിയെടുപ്പിക്കാൻ ഒരു മനുഷ്യരും ഇല്ല ഇവിടെ. എടി അനുരാധേ, എടി അനുരാധേ. അമ്മ വിളിച്ചോ? വിളിച്ചു. ഇങ്ങനെ കെട്ടിലമ്മ ചവന്ന് നിൽക്കാതെ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൂടെ? നോക്കുന്നുണ്ടല്ലോ അമ്മേ. എന്നിട്ടാണോ നിന്നെ ഈ പരിസരത്ത് പോലും കാണാത്തെ? ഞാൻ ഇപ്പൊ ഇവിടെ അങ്ങോട്ട് മാറിയുള്ളൂ. തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അയ്യോടാ, നിന്റെ ആ ഒന്നിനും കൊള്ളാത്ത ഒരു ആങ്ങളെടുത്തിട്ടുണ്ടല്ലോ. എവിടെ അവൻ? അംബരീഷ് ഹോട്ടലിൽ പോയിരിക്ക. ഇന്നെത്തുന്ന ഗസ്റ്റുകളുടെ കുറച്ച് അക്കോമഡേഷൻ ശരിയാക്കാൻ വേണ്ടിട്ട്. എന്തോന്നേ? അല്ല, അതിഥികളുടെ താമസ സൗകര്യം. കൊള്ളാം. അവനെയാണോ ആ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്? വരുന്ന അതിഥികളെ അവൻ വെറുപ്പിച്ച് ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. നീ എത്തിയോ? ഇവനിതെവിടെ പോയതാ? ഇന്നലത്തെ ദിവസം ഇവൻ ഈ പരിസരത്തൊന്നും കണ്ടില്ലല്ലോ. ബാംഗ്ലൂർ ഒരു ഒഫീഷ്യൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു അച്ഛമ്മേ, അതിന് പോയതാ. എന്നെ അച്ഛമ്മ ഇവിടുന്ന് എങ്ങോട്ടും തിരിയാൻ വിടുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവനെ തന്നെ പറഞ്ഞു വിട്ടത്. എങ്ങനെയുണ്ടായിരുന്ന മീറ്റിംഗ് ഒക്കെ? എല്ലാം ഓക്കെ ആയിരുന്നു ഏട്ടാ. ആണോ? വാ, നമുക്കൊന്ന് സംസാരിക്കാം. വാ. അതെ,
ആണോ? നിന്നെ പോലെ വർക്കോളിക്കായിട്ടുള്ള ഒരു അനിയനെ കിട്ടിയത് ശരിക്കും എന്റെ ഭാഗ്യം തന്നെ. നീ ഇങ്ങനെ ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന കാണുമ്പോ എനിക്ക് പോലും നിന്നോട് അസൂയ തോന്നാറുണ്ട്. ജോലിയിലെ ആത്മാർത്ഥത ഞാൻ ഏട്ടനെ കണ്ടല്ലേ പഠിച്ചത്. യു ആർ മൈ റോൾ മോഡൽ. ഐ എം പ്രൗഡ് ഓഫ് യു. ഉറപ്പ് തന്നെയല്ലേ? ഓക്കെ. പോയ കാര്യങ്ങളൊക്കെ എന്തായി? കോൺഫറൻസിന് സ്റ്റാർ സ്പോർട്സിന്റെ സ്റ്റാർ എക്സ്പോർട്സിന്റെ CEO അനിൽ വന്നിരുന്നു? ഉണ്ടായിരുന്നു. ഓവറോൾ എവറിത്തിങ് വെന്റ് വെൽ. നമ്മുടെ ഡിമാൻഡുകളൊക്കെ ഞാൻ കൃത്യമായിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവരെ ഏറെക്കുറെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഗുഡ്. ഏട്ടാ, ഇങ്ങനെ പോയാലേ ഒട്ടും താമസിയാതെ നാഷണൽ മാർക്കറ്റിൽ നമ്പർ 1 കമ്പനി നമ്മുടെ SS ഗ്രൂപ്പ് ആയിരിക്കും. നീ ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ടാവും. ചെന്നൊന്ന് ഫ്രഷായി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക. ഗുഡ് മോർണിംഗ് ആകാശ് ചേട്ടാ. ഗുഡ് മോർണിംഗ് നിധി. കുറെ നേരമല്ലോ ഫോണില്. ഗേൾഫ്രണ്ട് ഈ അച്ഛമ്മയുടെ ഒരു കാര്യം എത്ര പറഞ്ഞാലും കേക്കില്ല. അങ്ങനെയേ വിളിക്കൂ. എന്നെ മിസ്റ്റർ അഗർവാൾ വിളിച്ചിരുന്നു, നമ്മുടെ മുംബൈ ഓഫീസിലെ. അല്ല, നിങ്ങൾ ഇന്നലെ തമ്മിൽ കണ്ടു കാണുമല്ലോ, ബാംഗ്ലൂരിൽ വെച്ച് നടന്ന കോൺഫറൻസിൽ. ഞാൻ ശ്രദ്ധിച്ചില്ല. എനിവേ ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. നീ ആ കോൺഫറൻസിന്റെ പരിസരത്ത് പോലും പോയിട്ടില്ലെന്ന് എനിക്കറിയാം നിതീഷേ. ആകാശേ, എന്താവും പറഞ്ഞത്? വെറുതെ മീറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു. എടാ, നിതീഷിനെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് വലിയ അഭിമാനമുണ്ട് ആകാശേ. ഭാവിയില് SS ഗ്രൂപ്പിനെ ഇതിനേക്കാളും ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിവുള്ളവനാവൻ. എല്ലാവരും സ്വന്തം സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടി ഗിരിയെ ഉപയോഗപ്പെടുത്തുക ചെയ്യുന്നത്. നിന്നോടോ നീ കെട്ടിപ്പടുത്ത ഈ കമ്പനിയോടോ തരുമ്പ് പോലും ആത്മാർത്ഥത തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവനാണ് നിതീഷ്. ഇവരുടെയൊക്കെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും നിനക്കെന്താ ഗിരി മനസ്സിലാവാത്തെ? യഥാർത്ഥ സ്നേഹം ഇന്ന് വരെ നിന്റെ വീട്ടുകാരിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല. സുമിത നിന്റെ ജീവിതത്തിലേക്ക് വന്ന് നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴെങ്കിലും ബന്ധുക്കളെയും ശത്രുക്കളെയും തമ്മിൽ തിരിച്ചറിയാൻ നിനക്ക് കഴിയണം ഗിരി. ഞാൻ അംബരീഷ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സർ? ബുക്കിങ്ങിനാണെങ്കിൽ ഞാൻ ഹൗസ്ഫുൾ ആണ്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലാന്ന് തോന്നുന്നു. ഞാൻ ഗിരിധർ നമ്പ്യാരുടെ അമ്മാവനാണ്, മാമൻ. ഓ ഓക്കെ, പറഞ്ഞോളൂ സർ. ഞാൻ എന്റെ മരുമകന്റെ കല്യാണത്തിന് വേണ്ടി കുറെ സ്യൂട്ടുകളും കുറെ മുറികളും ബുക്ക് ചെയ്തിരുന്നു. അതിന്റെ ബുക്കിംഗ് കൺഫേം ആയിട്ടുണ്ടോ? ഒന്ന് നോക്കിയിട്ട് പറയാം സർ. സർ 90% ബുക്കിംഗ് കഴിഞ്ഞു സർ. 13ാമത്തെ നിലയിൽ 5 സ്യൂട്ടുകളും 14ാമത്തെ നിലയിൽ 7 സ്യൂട്ടുകളും പിന്നെ 23 റൂംസ് റെഡിയാണ് സർ. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ബാക്കിയുള്ള സ്യൂട്ടുകളും ബുക്ക്ഡ് ആകും. 2 ദിവസമോ? മാരേജ് ഫംഗ്ഷൻ ഇനി എത്ര ദിവസം ഉണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? 2 ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് അത്രയും കാത്തിരിക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാകും സർ, പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറില്ലായിരുന്നു. നിങ്ങൾക്കറിയാവോ, 2 മിനിറ്റ് കൊണ്ട്, വെറും 2 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ ഈ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങും. അറിയോ നിങ്ങക്ക്? സർവീസിന്റെ പേര് നിങ്ങൾ വാങ്ങുന്ന കണക്കില്ലാത്ത കാശുണ്ടല്ലോ, അതിന്റെയെങ്കിലും ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കണം. പ്ലീസ് സർ, ഞങ്ങൾ ഇതിനൊരു പരിഹാരം കണ്ടെത്താം. വെറും 15 മിനിറ്റിനുള്ളിൽ എനിക്ക് ആവശ്യമുള്ള മുറികൾ കംപ്ലീറ്റ് ഇവിടെ ബുക്ക് ചെയ്തിരിക്കണം. വേറൊരു പരിഹാരവും എനിക്ക് വേണ്ട. മനസ്സിലായോ?
ശരി സർ, അങ്ങനെ ചെയ്യാം. ഇതാ താങ്ക് യു. ഞാൻ തരാം. താങ്ക് യു സർ. ഞങ്ങളുടെ ഗസ്റ്റുകൾക്ക് നല്ല ട്രീറ്റ്മെന്റ് ആയിരിക്കണം. അമേരിക്കയിൽ നിന്ന് വരുന്ന ഗസ്റ്റുകളെല്ലാം ഈ ഹോട്ടലിലാണ് താമസം. കുറച്ചുപേര് പാരീസിൽ നിന്ന് വരുന്നുണ്ട്. അവർക്ക് പാരഡൈസ് ഇന്റർനാഷണൽ ആണ് ബുക്കിംഗ്. അവളല്ലേ ഇത് പ്രതീക്ഷ? അവളെത്തിയോ? പ്രതീക്ഷിക്കാത്തൊരടിയായി പോയല്ലോ ഇത്. ദൈവമേ, മാറു മക്കളെ. ഫോണിക്കുത്തി എങ്ങോട്ടാടി? സ്റ്റോപ്പ്. നിനക്കെന്താടി കൊച്ചി കാര്യം? അത് ചോദിക്കാൻ നിങ്ങളാരാ? കൊച്ചി രാജാവിന്റെ കൊച്ചുമോനോ? അധികം വിളയല്ലേ. മര്യാദക്ക് ചോദിച്ചതിന്റെ മറുപടി പറയുന്നതാണ് നല്ലത്. നീ എന്തിനാ വന്നത്? ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഗിരിധർ നമ്പ്യാർ കൊച്ചി നഗരം മുഴുവൻ വിലയ്ക്ക് വാങ്ങിയ വിവരം ഞാൻ അറിഞ്ഞില്ല. നിന്റെ നാക്കിന്റെ നീളം നിന്റെ കൈ വെച്ചാ മതി. നീ വിചാരിക്കുന്ന പോലും ഇവിടെ നടക്കാൻ പോകുന്നില്ല. എന്നാ ആര് പറഞ്ഞു? ഈ നിമിഷം വരെ എല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റുകൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന ഈ ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്ത് ഞാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചില്ലറക്കാര്യമല്ലല്ലോ. സമ്മതിച്ചു. പക്ഷെ ഇവിടെ താമസിക്കുന്ന അതിഥികൾക്കും നിനക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ താമസിക്കുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം ഗിരിയുടെ കല്യാണത്തിൽ പങ്കെടുക്കും. എന്നാ നിന്നെ ഗിരിയുടെ കല്യാണത്തിന്റെ 7 അയലത്ത് പോലും എത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത്തവണ എന്നെ തടയാൻ തനിക്ക് സാധിക്കില്ല. കഴിഞ്ഞത് പലതും നീ മറന്നു പോയ പോലെ. സാരമില്ല, ഞാൻ ഒരിക്കൽ കൂടി നിന്നെ ഓർമ്മിപ്പിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നീ ഗിരിയെ കാണാൻ ശ്രമിച്ചിരുന്നു. അയാളോട് സംസാരിക്കാനും ആഗ്രഹിച്ചു. അന്ന് നിനക്കെന്താ സംഭവിച്ചെന്ന് ഓർമ്മയുണ്ടോ? നിനക്ക് അനുരാധയെ വളരെ നന്നായിട്ട് അറിയാവല്ലോ. എന്റെ ചേച്ചി ആയോണ്ട് പറയല്ല. അവളുടെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവളാ അവള്. നിനക്ക് തരാനായി എന്റെ കയ്യിൽ ഒരു ഉപദേശമേ ഉള്ളൂ. അത് വേണമെങ്കിൽ സൗജന്യമായിട്ട് തന്നേക്കാം. സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു സാധനവും വേണ്ടാന്ന് വെക്കരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടു. പെട്ടിയും കടക്കയെല്ലാം എടുത്തോണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. ഗിരിയെ കാണാനുള്ള ആഗ്രഹം എന്നേക്കുമായി മനസ്സിൽ നിന്ന് കളഞ്ഞേക്കണം. എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ഈ കല്യാണത്തിന് മുമ്പ് എനിക്ക് ഗിരിയെ കണ്ടേ തീരൂ, സംസാരിച്ചേ തീരൂ. അത് ഞാൻ ചെയ്തിരിക്കും. എന്റെ മുന്നിൽ വേറെ വഴിയില്ല. ഇവിടെയൊക്കെ സാൻഡ് പേപ്പർ ഇട്ട് ക്ലീൻ ചെയ്തിട്ട് അവരോട് ഇതൊക്കെ പെയിന്റ് ചെയ്യാൻ പറയണം. എന്റെ ദൈവമേ, ചേച്ചി ഇവിടെ ഉണ്ടോ? ഉദ്യാനത്തിലെ ഉലാത്തലെല്ലാം തീർന്നു മോളെ. പെറുക്കി കെട്ടിക്കോ. പോയ ജോലിയൊക്കെ ഇത്ര പെട്ടെന്ന് തീർന്നു? ഇല്ല, ഇങ്ങോട്ട് വാ. വന്ന ഗസ്റ്റുകളൊക്കെ റിസീവ് ചെയ്ത് ഹോട്ടലിലാക്കില്ലേ? എത്തിച്ചു. പക്ഷേ എന്തോന്ന് പക്ഷേ? കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത കാണിക്കണ്ട അബ്ബി. ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത് ഒരു കല്യാണമാ. എല്ലാത്തിന്റെ പിന്നാലെ ഓടാൻ ഈ ഞാൻ മാത്രവും. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ കല്യാണം കുളമാകുന്ന ലക്ഷണമാ ഞാൻ കാണുന്നു. നാവെടുത്തങ്ങ് വളയ്ക്കാതെ അമ്പിയമ്മ. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. കല്യാണം കുളം തോണ്ടാൻ ഒരുത്തി കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടു. ആരെ കണ്ടു? ആരുടെ കാര്യം അമ്പു? പ്രതീക്ഷയുടെ കാര്യം. നമ്മൾ ഗസ്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് അവള് തമ്പടിച്ചിരിക്കുന്നത്. അവളിങ് എത്തിയല്ലേ? ഇതെന്തോ തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിട്ടുള്ള വരവ് തന്നെ. ആളെ കൺമുന്നിൽ കിട്ടിയിട്ടും ഇത്രയൊക്കെ വിവരങ്ങൾ അറിഞ്ഞിട്ടും അങ്കിൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ? പെണ്ണായി പോയില്ലേ, വല്ലതും ചെയ്യാൻ പറ്റുമോ? ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാ ബുദ്ധി. അവളെ ആ ഹോട്ടലിൽ നിന്ന് ഉടനെ ഇറക്കി വിടാൻ മാനേജരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു. ഇവിടെ വരെ വന്നെത്തിയ സ്ഥിതിക്ക് അവള് ഉറപ്പായിട്ടും ഗിരിയെ വിളിച്ചു കാണും. ഗിരി അവളുടെ ഭീഷണിക്ക് വഴങ്ങി തീരുമാനം മാറ്റുമെന്ന് എന്റെ പേടി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മേ. അവള് കാരണം ഒരിക്കലേ
ഗിരിയേട്ടൻ വല്ലാതെ വിഷമിച്ചതാ. അത് അത്ര പെട്ടെന്ന് ഏട്ടന്റെ മനസ്സിൽ നിന്ന് പോവില്ല. എങ്കിലും നമ്മൾ കരുതലോടെ ഇരിക്കണം. അവള് വിചാരിച്ചാ നമ്മളെ നാണം കെടുത്താൻ കഴിയും. 2 ദിവസമായി ഗിരി വല്ലാത്ത ടെൻഷനിലാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. പ്രതീക്ഷ ഇനി ഇവിടെ വരാനുള്ള ധൈര്യം കാണിച്ചാലും ഗേറ്റിനകത്തേക്ക് അവള് കാലെടുത്ത് കുത്തരുത്. അവളെ ഒരു കാരണവശാലും അകത്തേക്ക് കയറ്റിവിടരുതെന്ന് സെക്യൂരിറ്റിയോട് പ്രത്യേകം പറയണം. നമസ്കാരം. ഇതാണ് എന്റെ അമ്മ പങ്കജ പിങ്കി. എന്താ പേരെന്താന്ന് പറഞ്ഞ്? പിങ്കി. വേണ്ടേ 2-3 ദിവസം മുമ്പ് എത്തിയുള്ളൂ. അല്ല കല്യാണ ചക്കരെ കണ്ടില്ലല്ലോ. അമ്മേ ഇത് ആ പടിക്കെട്ടിറങ്ങി വരുന്ന ആളാണ് ഗിരിധര കേട്ടോ. എന്റെ ഈശ്വര, ഇവൻ 4 പാടും വളർന്ന് പടർന്നിരിക്കുകയാണല്ലോ. പേരിന്റെയും പെരുമയുടെയും ഇരട്ടിയുണ്ട് ശരീരത്തിന്റെ വലിപ്പം. നമസ്കാരം. ഇതാണ് എന്റെ അമ്മ പിങ്കി. പാവം പിടിച്ച സുമിത എങ്ങനെ ഈ തടിമാടന്റെ കൂടെ ജീവിക്കും എന്റെ ഈശ്വര. അമ്മമ്മേ എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മമ്മ എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹമൊക്കെ പിന്നെ. ആദ്യം നിന്നെ പിടിച്ച് ഞാൻ ഡയറ്റ് ചെയ്യിക്കാനാ പോകുന്നത്. അമ്മേ, കൊച്ചുമോന്റെ പെണ്ണിനെ കണ്ടില്ല എന്നുള്ള പരാതിയായിരുന്നില്ലേ? കൺകുളിർക്കെ കണ്ടോളൂ. ദാ നിൽക്കുന്നു. അയ്യേ, ഇവളാ ഗിരിക്ക് അവന്റെ സൈസിനിണങ്ങി ഒരു പെണ്ണിനെ കണ്ടെത്താൻ ഇത്രക്ക് ബുദ്ധിമുട്ടോ? ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് മുഴുവൻ ഇവളെ കൊണ്ട് കഴിപ്പിച്ചാലേ ഇവള് കണ്ണിന് പിടിക്കുന്ന പരുവത്തിലാകൂ. നമസ്കാരം ഗിരിയുടെ അച്ഛമ്മേ. മനസ്സിലായി കാണില്ല. ഞാൻ പറയാം, ഞാൻ സുമിതയുടെ ഗ്രാൻമിയാ. അതെ, എല്ലാരും ഇങ്ങനെ വന്ന കാലം നിൽക്കാതെ വാ, അകത്തോട്ട് കയറിയിരിക്കാം. അതെ അതെ, എല്ലാവരും വാ വാ. വലിയ ഷോ കാണിക്കാനാണ് പുറപ്പാടെങ്കിൽ ഞാൻ നിന്റെ തനി കുണം പുറത്തെടുക്കും. അതെന്നെ കൊണ്ട് ചെയ്യിക്കാതിരുന്നാ നിങ്ങൾക്ക് നല്ലത്. ലേശം ഒരു തലക്കന ഇവർക്ക് ഇല്ലാതില്ല അല്ലേ കാദംബരി അമ്മേ? എനിക്കും തോന്നി. അവളുടെ തിരുവനന്തപുരത്തെ ജാട അങ്ങ് കയ്യിൽ വെച്ചാ മതി. നമ്മൾ മലബാറുകാരുടെ മുന്നിൽ ഇവറ്റകൾ ഒന്നും അല്ലെന്ന് ഇന്ന് ഞാൻ കാണിച്ചു. വാ വാ വാ.